വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 20 അധ്യായം 27 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 20:27 മുതൽ 44 വരെ. പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരിൽ ചിലർ അടുത്തു വന്ന് അവനോട് ചോദിച്ചത്, ഗുരു, ഒരുത്തൻ്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചു പോയാൽ അവൻ്റെ സഹോദരൻ അവൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ച് സഹോദരന് സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശെ എഴുതിയിരിക്കുന്നു. എന്നാൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒന്നാമത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് മക്കളില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവനും മൂന്നാമത്തവനും അവളെ പരിഗ്രഹിച്ചു. അവണ്ണം 7 പേരും ചെയ്തു മക്കളില്ലാതെ മരിച്ചുപോയി. ഒടുവിൽ സ്ത്രീയും മരിച്ചു. എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ അവരിൽ ഏവന് ഭാര്യയാകും? 7 പേർക്കും ഭാര്യയായിരുന്നുവല്ലോ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല. അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നതോ മോശയും മുൾപ്പടർപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ. അതിന് ചില ശാസ്ത്രിമാർ, ഗുരു, നീ പറഞ്ഞത് ശരി എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവനോടൊന്നും ചോദിപ്പാൻ അവർ തുനിഞ്ഞതുമില്ല. എന്നാൽ അവൻ അവരോട്, ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെ? കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്ക എന്ന് അരുളി ചെയ്തു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് തന്നെ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. യേശു ക്രൂശിക്കപ്പെട്ടത് ഒരു വെള്ളിയാഴ്ചയാണ്. അതിന് തലേ ബുധനാഴ്ച നടന്ന സംഭവമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. ഈ സംഭവത്തിന് മുമ്പ് യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരെ പുറത്താക്കി. മഹാപുരോഹിതന്മാരും ദേവാലയത്തിൻ്റെ അധികാരികളും യേശുവിനോട്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഇത് ഞങ്ങളുടെ അധികാരത്തിലുള്ള കാര്യമാണ് എന്ന് ചോദിച്ചു. യേശു വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു, താനാണ് അധികാരി, ദേവാലയം തൻ്റെ വകയാണ്. മാത്രമല്ല, നിങ്ങൾ ഈ ദേവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി ജാതികളുടെ പ്രാർത്ഥനാലയമാകേണ്ട ദേവാലയം ഒരു വ്യാപാര കേന്ദ്രമാക്കി മാറ്റി എന്ന് താൻ പറഞ്ഞു. അവർക്ക് യേശുവിനെ തൻ്റെ പഠിപ്പിക്കലുകളിൻ്റെ അടിസ്ഥാനത്തിൽ പിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ റോമക്കാരെ കൊണ്ട് പിടിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അങ്ങനെയാണ് കരം കൊടുക്കുന്ന വിഹിതമോ എന്ന ചോദ്യം ചോദിച്ചത്. അതിനും യേശു പറഞ്ഞ മറുപടി അവരെ അത്ഭുതസ്തബ്ധരാക്കി. അവർക്ക് പിന്നീടൊന്നും പറയാൻ കഴിഞ്ഞില്ല. ദേവാലയം ഭരിച്ചിരുന്ന മഹാപുരോഹിതന്മാരും നേതാക്കളും അവർ സദൂക്യർ എന്ന് പറയുന്ന ഒരു കൂട്ടരാണ്. സദൂക്യരെ പാലസ്തീൻ്റെ മറ്റു ഭാഗത്തൊന്നും നാം കാണുന്നില്ല. യേശു ഗലീലയിലും യഹൂദിയിലുള്ള മറ്റു സ്ഥലത്തുമൊക്കെ പഠിപ്പിച്ചപ്പോൾ അവിടെയൊക്കെ പരീശന്മാരും ശാസ്ത്രിമാരുമാണ് യേശുവുമായി വാഗ്വാദത്തിന് വന്നത്, അവനെ എതിർത്തത്. ദേവാലയത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആളുകളാണ് സദൂക്യർ. സദൂക്യർ അതൊരു ചെറിയ ഗ്രൂപ്പാണ്. പരീശന്മാരെ പോലെയോ ശാസ്ത്രിമാരെ പോലെയോ വളരെയധികം ആളുകളില്ല. റോമൻ ഗവൺമെൻറ് ഇസ്രായേൽ ഭരിക്കുവാൻ വേണ്ടി ദേവാലയത്തിലുള്ള ഒരു സൻഹിദ്രിൻ സംഘം, ഒരു കൗൺസിൽ, 70 പേരുള്ള ഒരു കൗൺസിലിന് അധികാരം കൊടുത്തിരിക്കുകയാണ്. ഈ കൗൺസിലിൽ ഉണ്ടായിരുന്ന ആളുകളിൽ നല്ലൊരു പങ്ക് സദൂക്യരായിരുന്നു. അതിൻ്റെ അർത്ഥം രാഷ്ട്രീയമായി വളരെ പിടിപാടുള്ളവരായിരുന്നു സദൂക്യർ. അവർ പണക്കാരാണ്. മഹാപുരോഹിതനും മറ്റ് പുരോഹിതന്മാരും സദൂക്യരായിരുന്നു എന്ന് ആണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർ ദേവാലയം ഭരിച്ചിരുന്നവരാണ്.
ഇനി ഇവരുടെ വിശ്വാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം ഈ വായിച്ച ഭാഗത്ത് തന്നെ കണ്ടു. അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. എന്നുവച്ചാൽ ഈ ലോകം കൊണ്ടെല്ലാം അവസാനിക്കും എന്ന് പഠിപ്പിക്കുന്നവരായിരുന്നു സദൂക്യർ. അതുകൊണ്ട് തന്നെ ഇസ്രയേലിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അവരെ അംഗീകരിച്ചിരുന്നില്ല, അവരുടെ വിശ്വാസത്തെയും അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ അവർ പുനരുത്ഥാനത്തെ തിരസ്കരിച്ചിരുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത ഈ കൂട്ടർ ദൈവവചനവും വിശ്വസിച്ചിരുന്നില്ല. ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇത്രയും പുസ്തകങ്ങൾ മാത്രമേ അവർ വിശ്വസിച്ചിരുന്നുള്ളൂ. ബാക്കി പുസ്തകങ്ങളൊന്നും ദൈവവചനമായി അവർ അംഗീകരിച്ചിരുന്നില്ല. ഇവരുടെ വിശ്വാസം വെച്ച് നോക്കിയാൽ ആദ്യത്തെ 5 പുസ്തകങ്ങളും അവർ ദൈവവചനമാണെന്ന് അംഗീകരിച്ചിരുന്നില്ല. അവർ ആ പുസ്തകങ്ങൾ റെഫർ ചെയ്തിരുന്നു എന്ന് മാത്രം. റോമൻ ഗവൺമെൻറ് അധികാരം ഇവർക്കാണ് കൊടുത്തിരുന്നത്. അതിനെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നു. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഈ ലോകത്തിൽ പണമുണ്ടാക്കുക, ഈ ലോകത്തിൽ വിജയകരമായി ജീവിക്കുക, ആസ്വദിച്ച് ജീവിക്കുക, മരണത്തോടെ എല്ലാം തീരുമല്ലോ, ഇതായിരുന്നു അവരുടെ ചിന്താഗതി. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിച്ചു കഴിഞ്ഞ് ആ സംഭവം അറിഞ്ഞ മഹാപുരോഹിതനും മറ്റുള്ള നേതാക്കളും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അറിവില്ലാത്ത ജനം മുഴുവൻ യേശുവിൻ്റെ പിന്നാലെയായി. ഇനി റോമക്കാർ വന്ന് നമ്മിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത് കളയും. അതായിരുന്നു അവരുടെ ഭയം. അവർക്ക് ഈ ഭൂമിയിലുള്ളത് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ആളുകളായിരുന്നു അവർ അത്ഭുതങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല, ദൈവദൂതന്മാരിൽ വിശ്വസിച്ചിരുന്നില്ല, പുനരുത്ഥാനത്തിലും വിശ്വസിച്ചിരുന്നില്ല. ഇവർ സാധാരണയായി ശാസ്ത്രിമാരെയും പരീശന്മാരെയും കളിയാക്കുമായിരുന്നു. കാരണം അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. ശാസ്ത്രിമാരും പരീശന്മാരുമാണ് യഹൂദന്മാർ പൊതുവെ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നത്. അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നു, ശരിയാണ്. എന്നാൽ ഈ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ അവരുടേതായ എല്ലാ പഠിപ്പിക്കലുകളും അവർ ചേർത്തിരുന്നു. ഉദാഹരണത്തിന് അവർ പറയുന്ന ഒരു വ്യക്തി മരിച്ചാൽ അപ്പോൾ ഇട്ടിരുന്ന വേഷം ധരിച്ചുകൊണ്ടായിരിക്കും താൻ ഉയർത്തെഴുന്നേൽക്കുക. മറ്റൊരു വിശ്വാസം, ഒരു യഹൂദൻ ലോകത്തിൽ എവിടെ വെച്ച് മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൻ ഇസ്രയേലിലായിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത്. അതിനുവേണ്ടി അവർ പഠിപ്പിച്ചിരുന്നത് ഭൂമിക്കടിയിലൂടെ ഒരു ടണലുണ്ടെന്നും അതിൽ കൂടി അവർ ഇസ്രയേലിൽ വന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നുമൊക്കെയാണ്. ഇതൊന്നും ദൈവവചനത്തിലുള്ള കാര്യങ്ങളല്ല, പക്ഷേ അവർ അങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. സദൂക്യർ ഇതൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുമായിരുന്നു. ഒരു വ്യക്തി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തനിക്ക് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും അതുപോലെ തന്നെ പുനരുത്ഥാനത്തിലും തുടരും എന്നും പരീശന്മാർ പഠിപ്പിച്ചിരുന്നു. അവർ അങ്ങനെ വിശ്വസിച്ചിരുന്നു. അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബ ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുമെന്നാണ് അവർ പഠിപ്പിച്ചിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സദൂക്യർ ഈ ചോദ്യം പരീശന്മാരോട് ചോദിച്ചിരുന്നത്. പരീശന്മാർക്ക് ഒരിക്കലും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ചോദ്യം ഇതാണ്: യഹൂദ മര്യാദ പ്രകാരം ഒരു വ്യക്തി മരിച്ചാൽ ആ ആളുടെ പേര് നിലനിർത്തുവാൻ വേണ്ടിയും ആ ആളുടെ സ്വത്ത് മറ്റുള്ളവർക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയും അയാളുടെ സഹോദരൻ ആ ആളുടെ ഭാര്യയെ വിവാഹം കഴിച്ച് അതിൽ മക്കളുണ്ടാവണം. ആ മക്കൾ മുഖാന്തരം ആ വ്യക്തിയുടെ പേരും കുടുംബത്തിൻ്റെ സ്വത്തും ആ ഗോത്രത്തിൽ തന്നെ തുടരും. അതിനുവേണ്ടിയാണ് ഈ നിയമം കൊടുത്തിരുന്നത്. ഇവർ ആ നിയമം എടുത്ത് ഒരു ചോദ്യമാക്കി മാറ്റി. ഒരു വീട്ടിൽ 7 സഹോദരന്മാർ. മൂത്തയാൾ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അയാൾ മരിച്ചു മക്കളില്ലാതെ. രണ്ടാമത്തവൻ വിവാഹം കഴിച്ചു, അവനും മരിച്ചു. മൂന്നാമത്തവൻ അവളെ വിവാഹം കഴിച്ചു എന്നാണ് ഇവരുടെ കഥ. സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു സ്ത്രീയെ ഒരാൾ കല്യാണം കഴിച്ചു, അയാൾ മരിച്ചു. രണ്ടാമത്തെ ആൾ കല്യാണം കഴിച്ചു, അയാളും മരിച്ചു. മൂന്നാമത്തെ അവളെ കല്യാണം കഴിക്കുമോ, അതോ ആ നാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുമോ? കാരണം ഈ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ മരിക്കാനാണ് സാധ്യത എന്ന് ഇതിനോടകം തന്നെ അവന് മനസ്സിലായി കാണും. കഥയിൽ ചോദ്യമില്ലല്ലോ, കാരണം ഇതൊരു നടന്ന കാര്യമല്ല, നടക്കാൻ സാധ്യതയുള്ള കാര്യമല്ല. ചോദ്യത്തിന് വേണ്ടിയുള്ളൊരു ചോദ്യമാണല്ലോ. ഇവരുടെ ചോദ്യം: 7 പേരും അവളെ കല്യാണം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചു, സ്ത്രീയും മരിച്ചു. പുനരുത്ഥാനത്തിൽ ഈ 7 സഹോദരന്മാരും ഈ സ്ത്രീയെ ഭാര്യയായി കിട്ടാൻ വേണ്ടി വഴക്കുണ്ടാക്കുകയില്ലേ? ഇതാണ് അവരുടെ ചോദ്യം. ഈ ചോദ്യത്തിന് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ആർക്കും ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയില്ല എന്നവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ യേശുവിനോടത് ചോദിച്ചത്. അവരുടെ മുഖത്ത്
ഒരു ജയിച്ച ഭാവം ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു. എന്നാൽ യേശു അവരെ നേരിടുന്നത് ശ്രദ്ധിക്കൂ. യേശു ഇതിന് ഉത്തരം പറഞ്ഞത് 34 വാക്യത്തിൽ നാം കാണുന്നു. വിവാഹം ഈ ലോകത്തിനു വേണ്ടി മാത്രമുള്ളതാണ്, മരണാനന്തര ജീവിതത്തിൽ ഉള്ളതല്ല. ഈ ഭൂമിയിൽ ആളുകൾ മരിക്കുന്നു, അതുകൊണ്ട് ഈ ഭൂമിയിൽ ആളുകൾ വീണ്ടും ജനിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് വിവാഹവും പ്രത്യുൽപാദനവും ആവശ്യമാണ്. ഈ ലോകത്തിൽ മാത്രമുള്ള ഒരു സംഗതിയാണ് വിവാഹവും കുടുംബബന്ധവും. അത് സ്വർഗത്തിലില്ല. ചില ആളുകൾ പഠിപ്പിക്കുന്നത് സ്വർഗത്തിലാണ് വിവാഹം, ലൈംഗികത ഇതൊക്കെ ഉള്ളത് എന്നാണ്. അല്ല, സ്വർഗത്തിൽ അതില്ല. വിവാഹവും വിവാഹത്തോടനുബന്ധിച്ചുള്ളതായ യാതൊരു കാര്യങ്ങളും പുനരുത്ഥാനത്തിലില്ല. യേശു അത് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു. അതിൻ്റെ കാരണം പുനരുത്ഥാനത്തിൽ അവർ മരിക്കില്ല എന്നുള്ളതാണ്. അവിടെ ആരും മരിക്കുന്നില്ല, അതുകൊണ്ട് പ്രത്യുൽപാദനത്തിൻ്റെ ആവശ്യവുമില്ല. പിന്നെ കുടുംബബന്ധങ്ങളും ഈ ലോകത്തിൽ മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് യേശു തൻ്റെ മരണസമയത്ത് യോഹന്നാനെ വിളിച്ച് തൻ്റെ അമ്മയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. എന്ന് വെച്ചാൽ യേശു മരിച്ചപ്പോൾ മാനുഷികമായി തനിക്ക് തൻ്റെ അമ്മയോടുള്ള ബന്ധം തീർന്നു. ആ ബന്ധം ഈ ഭൂമിയിൽ മാത്രമുള്ളതാണ്. ഇത് പലപ്പോഴും നമുക്ക് അല്പം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം മരിക്കുമ്പോൾ നമുക്ക് മുമ്പേ മരിച്ച ആളുകളെ കാണാം, അവരോടുള്ള സ്നേഹം, അവരോടുള്ള ബന്ധം ഇതൊക്കെ നാം മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ മരണാനന്തരം നമ്മുടെയും ചിന്താഗതി മാറും. നാം സ്വർഗത്തിൽ പോകുന്നത്, നിത്യതയിലായിരിക്കുന്നത് നമ്മുടെ ബന്ധുക്കളോടുള്ള സ്നേഹം കൊണ്ടല്ല. അവിടെ നമ്മെ ഏറ്റവും അധികം ആകർഷിക്കുന്ന വസ്തുത നമ്മുടെ കർത്താവ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ബന്ധം കർത്താവുമായിട്ടുള്ളതാണ്. ആ ബന്ധവും മറ്റുള്ളവരുമായുള്ള ബന്ധവും നമുക്കൊരിക്കലും താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. നമ്മുടെ കർത്താവ് എവിടെയുണ്ടോ അതാണ് നമ്മുടെ നിത്യത, അതാണ് നമ്മുടെ സന്തോഷം. വിവാഹവും വിവാഹത്തോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൽ മാത്രമുള്ളതാണ്. എന്നിട്ട് താൻ പറഞ്ഞു, അവർ ദൈവദൂതന്മാരെ പോലെയാണ്, തുല്യരാണ്, അവർ വിവാഹം കഴിക്കുകയില്ല. പിന്നെ നിങ്ങൾ വിശ്വസിക്കാത്ത കാര്യം മരിച്ചവർ ഉയർക്കുന്നില്ല എന്നുള്ളതാണല്ലോ. അതിന് ഉത്തരം പറയാൻ യേശു ഈ സദൂക്യർ വിശ്വസിക്കുന്ന 5 പുസ്തകങ്ങളിൽ നിന്ന് ഒരു പുസ്തകത്തിൽ നിന്ന് ഒരു സംഭവം എടുത്തു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയോട് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് സംസാരിക്കുന്നു. അവിടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്നാണ്. മോശ ജീവിച്ചിരുന്ന കാലത്ത് അബ്രഹാമും ഇസഹാക്കും യാക്കോബും മരിച്ചിട്ട് വർഷങ്ങളായി. യേശു സദൂക്യരോട് പറയുകയാണ്, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ജീവിച്ചിരിക്കുന്നു. അവർ ഇല്ലാതായിട്ടില്ല. ദൈവം പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു. അതിൽ കൂടുതൽ ഒരു തെളിവ് പുനരുത്ഥാനത്തിന് ആവശ്യമുണ്ടോ? ഇതാണ് യേശു അവരോട് ചോദിച്ചത്. യേശു ഈ ഉത്തരം പറഞ്ഞപ്പോൾ ശാസ്ത്രിമാർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഒരിക്കലും സദൂക്യരുടെ ഈ ചോദ്യത്തിന് തൃപ്തികരമായ ഒരു ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. യേശുവിന് അത് സാധിച്ചു. യേശുവിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്കൊന്നുകൂടെ നോക്കാം. കുടുംബ ബന്ധങ്ങൾ, വിവാഹം ഇതൊക്കെ ഈ ഭൂമിയിലേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ദൈവവുമായുള്ള ബന്ധം അത് നിത്യമാണ്. ഇത് നാം ഓർത്തിരിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കുടുംബ ബന്ധങ്ങൾ അനാവശ്യമാണ്, അതിന് പ്രാധാന്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം. ദൈവത്തോടുള്ള ബന്ധത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർ കുടുംബത്തെ അവഗണിക്കില്ല. കാരണം ദൈവവചനമായ ബൈബിൾ പറയുന്നു, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം എല്ലാവരും ചെയ്യണം. അപ്പോൾ നാം കുടുംബത്തെ സ്നേഹിക്കുകയും കുടുംബത്തിന് വേണ്ടി കരുതുകയും കുടുംബത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിന് നാം ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടോ വ്യക്തികളോടുള്ള സ്നേഹം കൊണ്ടോ അല്ല. ഇത് നാം പ്രത്യേകം ഓർത്തിരിക്കണം. ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം. അതുകൊണ്ടാണ്
നാം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നത്. പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിക്കുന്ന സദൂക്യർ അവരുടെ ജീവിതശൈലി അതനുസരിച്ചാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മരണത്തോടെ എല്ലാം തീരും, അതുകൊണ്ട് ഈ ലോകത്തിൽ എങ്ങനെയും പണമുണ്ടാക്കുക, എങ്ങനെയും ഈ ലോകത്തിലുള്ള സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുക, മരണത്തോടെ എല്ലാം തീരും. ആ ജീവിതശൈലി തെറ്റായ ഒരു ഉപദേശത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്നാണ് യേശു പറഞ്ഞത്. നിങ്ങൾ ദൈവവചനം കൂട്ടിക്കളയുന്നു, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഇതാണ് മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞത്. പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന സദൂക്യർ ലൗകികരായി ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ പുനരുത്ഥാനം ഉണ്ട് എന്ന് പറയുന്നവർ എങ്ങനെ ജീവിക്കണം? അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ പുനരുത്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളായിരിക്കും. അങ്ങനെയെങ്കിൽ സദൂക്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കരുത്. യേശുവിൻ്റെ കാലത്ത് പുനരുത്ഥാനമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും അവർ പുനരുത്ഥാനമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷേ അവർ ജീവിച്ചിരുന്നത് സദൂക്യർ ജീവിക്കുന്നത് പോലെയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഈ ഭൂമിയിൽ പണമുണ്ടാക്കണം, ഈ ഭൂമിയിൽ ആളുകളുടെ മാനം ലഭിക്കണം, ഈ ഭൂമിയിൽ പദവി വേണം, ഈ ഭൂമിയിൽ സുഖസൗകര്യങ്ങൾ വേണം. ഇത് മാത്രമായിരുന്നു പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഉദ്ദേശം. സദൂക്യരുടെ ഉപദേശം തെറ്റാണെന്ന് പറയുകയും സദൂക്യരെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അത് പാടില്ല. ഒരു പക്ഷേ സുഹൃത്തെ, നിങ്ങൾ പുനരുത്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്നയാളായിരിക്കും, സദൂക്യരെ പോലെ അല്ല. പക്ഷേ നിങ്ങൾ സദൂക്യരെ പോലെയാണോ ജീവിക്കുന്നത്? എല്ലാം ഈ ഭൂമിയിൽ മാത്രം, എൻ്റെ എല്ലാ നേട്ടങ്ങളും ഈ ഭൂമിയിൽ മാത്രം, പണസമ്പാദനം, സുഖസൗകര്യങ്ങൾ, പദവി, പേര്, ഇതെല്ലാം ഈ ഭൂമിയിൽ മാത്രമുള്ളതാണ്. വരാനുള്ള ലോകത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സദൂക്യരുടെ ഉപദേശമില്ലായിരിക്കും, പക്ഷേ നിങ്ങൾ സദൂക്യരെ പോലെയാണ് ജീവിക്കുന്നത്. യേശുവിനോട് പല ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചു. അതിനൊക്കെയും യേശു വളരെ നല്ല ഉത്തരം നൽകി, അവരെ മിണ്ടാതാക്കി. എന്നാൽ ലൂക്കോസ് പറയുന്നു, ഇതിൻ്റെ അവസാനം യേശു തിരിച്ച് പരീശന്മാരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം ഇതാണ്: ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ ദാവീദ് തൻ്റെ പുത്രനെ കർത്താവ് എന്ന് വിളിക്കുന്നു. ഇതെങ്ങനെ? കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാകുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് അരുളി ചെയ്തു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് തന്നെ പറയുന്നുവല്ലോ. ദാവീദ് സ്വന്തം മകനെ കർത്താവെന്ന് വിളിക്കുന്നു. ഇതെങ്ങനെ ശരിയാകും? ഇതാണ് യേശു പരീശന്മാരോട് ചോദിച്ച ചോദ്യം. നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നത് അവർക്ക് അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല എന്നാണ്. അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാഞ്ഞതാണോ അതോ അവർ ഉത്തരം പറയാതിരുന്നതാണോ? മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഒരു വലിയ കൂട്ടം പരീശന്മാർ അവർ കൂടിയിരിക്കുമ്പോൾ അവരോടാണ് യേശു ഈ ചോദ്യം ചോദിച്ചത്. അതിലൊരു പരീശൻ പോലും ഇല്ലായിരുന്നോ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ? നിങ്ങൾക്കറിയാമോ സുഹൃത്തെ, അവർക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമായിരുന്നു. എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം? ദാവീദിൻ്റെ പുത്രനായി ജനിക്കുന്നവനാണ് മിശിഹ എന്നും മിശിഹ ദൈവമാണെന്നും യഹൂദന്മാർക്കറിയാമായിരുന്നു. അത് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ അത് യേശുവിനോട് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ദാവീദിൻ്റെ പുത്രനായി ജനിക്കുന്ന മിശിഹയെ ദാവീദ് കർത്താവെന്ന് വിളിച്ചെങ്കിൽ ഞങ്ങളും കർത്താവെന്ന് വിളിക്കണം. മിശിഹ ദൈവമാണ്. യേശു തൻ്റെ പഠിപ്പിക്കലുകളിലൂടെയും തൻ്റെ പ്രവൃത്തിയിലൂടെയും തൻ്റെ അവകാശവാദങ്ങളിലൂടെയും പരീശന്മാരോട്, യഹൂദ ജനത്തോട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഞാനാണ് മിശിഹ. അങ്ങനെയെങ്കിൽ പരീശന്മാർ ഒന്നടങ്കം യേശുവിനെ കർത്താവെന്ന് വിളിക്കണം. മിശിഹ ദൈവമാണെന്ന് അറിയാഞ്ഞിട്ടല്ല അവർ മിണ്ടാതിരുന്നത്, മറിച്ച് യേശുവിനെ കർത്താവെന്ന് വിളിക്കാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഇന്നും അനേക ആളുകൾ യേശു ആരാണ് എന്ന ചോദ്യത്തിൻ്റെ മുൻപിൽ
അറിവില്ലായ്മ നടിക്കും. അവർക്കറിയാഞ്ഞിട്ടല്ല, മറിച്ച് അവർക്കത് അംഗീകരിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടാണ്. യേശുവിനെ കർത്താവെന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അംഗീകരിക്കാൻ മനസ്സില്ലാത്തവർക്ക് വലിയ ഒരു വില പിന്നീട് കൊടുക്കേണ്ടി വരും. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇത് ഇന്ന് യേശുക്രിസ്തു കർത്താവ് എന്ന് പറയാൻ മടിക്കുന്നവരെ കുറിച്ചാണ്. ഒരു ദിവസം അവർക്കത് പറയേണ്ടി വരും. പക്ഷേ അത് ഇന്ന് മനസ്സോടെ പറയുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. താങ്കൾ അത് ചെയ്യുമോ? ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957. വചനദീപം